യേശു എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ്. യേശു എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയല്ല, ഒരു പ്രസംഗമല്ല. സ്നാനം എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടോപ്പിക്കാണ്. വൈ? യു cannot understand Jesus by studying or hearing the message. സാന്നിധ്യം, this is not emotional. കുറച്ച് നാളായി പലരുടെയും ആവശ്യമായിരുന്നു ഇന്നർ ചേംബർ. ഓഫ് കോഴ്സ് ഇന്നർ ചേംബർ എന്ന് പറയുന്നത് ഡെയിലി ഹൗസ് വിസിറ്റാണ്. പക്ഷേ അതും വൺ വേയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലരും ഇപ്പം യൂത്ത് ക്യാമ്പിലൊക്കെ പോകുമ്പോൾ മൈ ഗോഡ്, ഐ ഗെറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. പലർക്കും ആഗ്രഹമുണ്ട് എന്നറിയിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ കൂടെ രഞ്ജു ഉണ്ട്. രഞ്ജു ഓൾമോസ്റ്റ് 23 years 26 years since he's born again and has been in the movement. So എന്നോട് ക്വസ്റ്റ്യൻസ്, പല കാര്യങ്ങളുടെ അനുഭവങ്ങളൊക്കെ ചോദിക്കാൻ ബെസ്റ്റ് ആൾ രഞ്ജു. അതുകൊണ്ട് എൻ്റെ കൂട്ടത്തിൽ രഞ്ജുവിനെ എടുത്തിരിക്കുന്നത്. ബട്ട് യു ടു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾ താഴെ കാണുന്ന ഈ ഇമെയിൽ ഐ ഡിയിലകത്ത് ആസ്ക് തങ്കു ബ്രദർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, UK TNTക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വചനത്തിൽ നിന്നുള്ള ചോദ്യം എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരും. എൻ്റെ വ്യക്തി ജീവിതത്തിലെ ചോദ്യങ്ങൾ അല്ല, കൊണസ്റ്റ് ചോദ്യങ്ങൾ ഫോൾസ് ഇമെയിൽ ഐ ഡിക്കകത്തുനിന്ന് അയച്ചോ, ഈ പോഡ്കാസ്റ്റിലൂടെ മറുപടി തരാം. പിന്നെ പ്രാർത്ഥന എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ. സോ രഞ്ജു, ഒത്തിരി പേരുടെ ആഗ്രഹമാണ്. അതെ. എനിക്കും വലിയ ഞാൻ ഈ മെസ്സേജിനേക്കാളും, മെസ്സേജ് പറയുന്നത് അതൊരു ദാറ്റ് ഈസ് എസെൻഷ്യൽ, ടീച്ചിങ് ദ വേൾഡ്. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇൻറ്ററാക്റ്റീവ് സെഷൻസ്. നമ്മുടെ യൂത്ത് ക്യാമ്പ് ലാസ്റ്റ് കഴിഞ്ഞ യൂത്ത് ക്യാമ്പിലെ ഏറ്റവും ഒരു ബെസ്റ്റ് സെഷനായിരുന്നു ഇൻട്രാക്ഷൻ. അതെ, അത് മാത്രമല്ല മാഞ്ചസ്റ്ററിൽ 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ചോദ്യത്തിന് ഇത്രയും കെട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഓരോ ആൻസേഴ്സും പറയണം. സോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ 9 വയസ്സുകാരെന്ന് പറയുന്ന പഴയ 9 വയസ്സ് നമ്മുടെ 9 വയസ്സല്ലായിരുന്നു. ദേ ഹാവ് സോ മച്ച് ഇൻഫർമേഷൻ ഇൻ ദം. യെസ്, ഇൻഫർമേഷൻ കൂടുമ്പം ക്വസ്റ്റ്യൻസും ഉണ്ട്. ആൻഡ് ഇഫ് വി ഡോണ്ട് അഡ്രസ് ദാറ്റ് ക്വസ്റ്റ്യൻ ദേ വിൽ ബി ലോസ്റ്റ് ഇൻ ദ വേൾഡ്. ദേ വിൽ ബി ഡിപ്രസ്ഡ്. കാര്യം അവർക്ക് ചോദിക്കാനായിട്ട് കൂട്ടുകാരാ, അപ്പനും അമ്മയോടും ചോദിക്കത്തില്ല, ടീച്ചറിനോട് ചോദിക്കത്തില്ല, മുതിർന്ന ആരോട് ചോദിക്കും, ആരെ വിശ്വസിക്കും? ചോദിച്ചാൽ എല്ലാവരോടും പോയി പറയുമോ? അപ്പം ഈ 7-8 വയസ്സ് 5 വയസ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഇൻഫർമേഷൻസ് അവരുടെ അകത്തുണ്ട്. പഴയ 5 വയസ്സുകാരല്ല ഇപ്പോഴത്തെ 5 വയസ്സുകാരാ. ദ റെക്കഗ്നൈസ്. ഞാനിപ്പം പല സ്ഥലത്തും പോകുമ്പം ഐ സി 5-year-olds എനിക്ക് ഷേക്കൻ തന്ന സ്റ്റേജിൽ കയറ്റുന്നത്, അവിടെ നിന്നുകൊണ്ട് വചനം ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നത്. അത് മനസ്സിലാവുന്നു. ശ്രദ്ധിക്കാൻ അതൊരു 5 വയസ്സുകാരൻ കളിച്ച് നടക്കേണ്ടതാണ്, 5 വയസ്സുകാരൻ. പക്ഷേ ആ 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുക, അനക്കാതെ. വേറൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റേജിൽ ഇരുന്ന് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി മുഴുവൻ സമയം ഒറ്റ കണ്ണെടുക്കാതെ. സോ ചർച്ചസ് ഷുഡ് റെക്കഗ്നൈസ്, വി ഷുഡ് റെക്കഗ്നൈസ് ദാറ്റ് ഇപ്പോഴത്തെ 7-year and 9-year-olds ഞാൻ കണ്ടത് മാഞ്ചസ്റ്ററിൽ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ 13 മുതലേ 9 മുതലേ അവർക്ക് സെപ്പറേറ്റ് സെക്ഷനായിരുന്നു. Because they didn't want their parents with them. They had their questions. So interactive sessions ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം.
അതിൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇക്കോണിസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യം. അത് വചനത്തിൽ നിന്ന് അല്ലായിരിക്കും. ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് എ ബുള്ളറ്റ്. യു ആർ ആൻഡ് ദ മോസ്റ്റ് എന്നാ പറയണ്ടേ, മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് ഇസ് യു വിൽ ഹിയർ ഹൗ ദ ഹോളി സ്പിരിറ്റ് ഗിവ്സ് യു വിസ്ഡം ടു ആൻസർ. ഹോളി സ്പിരിറ്റ് ആൻസർ ചെയ്യുന്നത് നമ്മളല്ല. നമ്മൾ സ്റ്റണ്ടായിട്ട് നിൽക്കുക. സഡൻലി യു ഹിയർ ദി ആൻസർ. ആൻഡ് ആഫ്റ്റർ ആ മറുപടി പറഞ്ഞ് കഴിഞ്ഞ് യു ആർ സർപ്രൈസ്. വാവ്, വാട്ട് ആൻ ആൻസർ. സോ പോഡ്കാസ്റ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ന്യൂ. ഇത് ആദ്യത്തേതാ. ആൻഡ് രഞ്ജു എന്നോട് പറഞ്ഞിരിക്കുന്നത് ആഴ്ച 2 ദിവസം തരണമെന്നാണ്, മാസത്തിൽ 2 ദിവസമെങ്കിലും തരണമെന്നാണ്. വിച്ച് ഐ വിൽ ഡെഡിക്കേറ്റ് എസ്പെഷ്യലി ഫോർ ദ യങ് വൺസ്. 5 വയസ്സും 9 വയസ്സും പ്രായക്കാർ. ഇന്ന് അവരെ നമ്മൾ കണ്ടില്ലെങ്കിൽ യേശുവിൻ്റെ വരവ് താമസിച്ചാൽ ഇന്നേക്ക് 5ാം തലമുറ എന്തായിത്തീരും. ഇപ്പം രഞ്ജു ഒക്കെ ഞാൻ നിൽക്കുന്നത് PM Kelly അപ്പച്ചൻ, PG വർഗീസ് അങ്കിൾ, MA വർഗീസ്, പാസ്റ്റർ MA വർഗീസ് ഒക്കെ എത്രമാത്രം പ്രോത്സാഹനമാണ് എനിക്ക് തന്നെ. PG വർഗീസ് അങ്കിൾ എത്രമാത്രം അപ്പോൾ അവർ പ്രോത്സാഹിപ്പിച്ച് വിട്ടപ്പം ഇങ്ങനെ ഒരു ഉണർവിനെയാണ് അറിഞ്ഞില്ല. അപ്പം നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്നേക്ക് 3 തലമുറ, ഇപ്പോൾ ഓൾറെഡി 4th ജനറേഷൻ ഞാൻ കാണുക. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്ത് നമ്മൾ എഴുന്നേൽപ്പിച്ചാൽ 5th ജനറേഷൻ ഇവാഞ്ചലൈസ്ഡ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ദേ വിൽ ബി ലോസ്റ്റ്. സോ ദിസ് പോഡ്കാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നിങ്ങളും ഐഡിയാസ് പറയണം, സോ ദാറ്റ് വി ക്യാൻ ടച്ച് ദ ചിൽഡ്രൻ മോർ. സോ യെസ്, നമ്മൾ ഈ പോഡ്കാസ്റ്റിന് പ്രത്യേകത വെച്ചാൽ ക്യാഷ്വൽ. ഇപ്പം വേറെ സോഫ ഇരിക്കുന്നു, ഞാനും സോഫ ഇരിക്കുന്നു, വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഇന്നർ ചേംബർ പോലെ. പക്ഷേ ഇതേ ഉള്ളൂ, ഇതിനകത്ത് ഇൻട്രാക്ഷൻ ചോദിക്കാൻ ഒരാളുണ്ട്. 30 വർഷം മുമ്പ് ഒരു December 13 ബ്രദർ സ്നാനപ്പെടുന്നു. സോ ബ്രദർ ഫ്രഷാണ്, ബ്രദർ കർത്താവിനെ അറിഞ്ഞു. ബ്രദറിൻ്റെ ഇപ്പം മുട്ടമ്പലത്തുള്ള സ്ഥലം അവിടെയാണ് പ്രാർത്ഥിച്ച് പോകുന്നത്. ബ്രദറിൻ്റെ ബിസിനസ് സ്ഥാപനം തൊട്ടപ്പുറത്ത് പ്ലാന്റേഷൻ്റെ അവിടെയുണ്ട്, ഏകദേശം അടുത്തുണ്ട്. ആ സംഭവം 30 വർഷം മുമ്പ്, 30 years ബാക്ക്, December 13 ഓർക്കുന്നുണ്ടോ ബ്രദർ? അത് മറക്കാൻ പറ്റത്തില്ല. മനുഷ്യനെ തൊലി ഉരിയുക എന്ന് പറയുന്നുള്ളു എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ ഡെത്ത് എന്ന് പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചാണ്. മുട്ടമ്പലം ഹൈസ്കൂൾ, കോട്ടയം മുട്ടമ്പലം ഹൈസ്കൂളിൻ്റെ താഴെ ഒരു ബ്രദറും സിസ്റ്ററും അവർ വിവാഹം കഴിക്കാതെ നടത്തുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ച. പിന്നീട് അത് IPC ചർച്ച് എടുത്തു. ഓക്കെ. സോ അവിടെ വെച്ചാൽ അവരാണ് ഈ ആമോസ് സിംഗ്. അപ്പം ആ സമയത്താണ് IPCയുടെ ഇവർ തമ്മിൽ ആ സഭ എടുക്കുന്നു. സോ ദാറ്റ്സ് ഹാപ്പനിങ്. ഞാൻ സ്നാനപ്പെടാൻ തയ്യാറായി. അതിൻ്റെ ഇടയിൽ പറയേണ്ടത് ഏറ്റവും സ്നാനത്തെ എതിർത്തത് ആളെ ഞാനാണ്. അതിൻ്റെ കാരണം എനിക്ക് ഇത് ചുമ്മാ ഈ പെന്തക്കോസ്തുകാരുടെ ഒരു ഇടപാടല്ലേ, സ്നാനപ്പെടുത്തുക, അപർണം ഒരിക്കുക, അതോടെ അവർ സമൂഹത്തിൽ നിന്ന് ഔട്ടായി. പിന്നെ അവരുടെ ബന്ധക്കാരോട് കൈ കൊടുക്കരുത്, പിന്നെ പിശാച് ഇങ്ങോട്ട്, ഇങ്ങനത്തെ വേണ്ടാതീനും എല്ലാം പറഞ്ഞ് മനുഷ്യനെ എങ്ങനെയൊക്കെ ഒറ്റപ്പെടുത്താവോ. പിതാക്കന്മാർ ചെയ്ത് ഒറ്റപ്പെടുത്തതല്ല, അവരുടെ മനസ്സിൽ വേർപാട് ജീവിതമായിരുന്നു അവരുടെ മനസ്സെങ്കിലും ആ സമൂഹമേ ഒറ്റപ്പെട്ടു പോയി. അപ്പം ഞാൻ സ്നാനപ്പെടാനായിട്ട് കാരണം ആമോസ് സിംഗ് പാസ്റ്ററിലൂടെയാണല്ലോ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് ഹിന്ദിയിലായിരുന്നു, ഹിന്ദി എനിക്കറിയാം. അപ്പം അദ്ദേഹം വളരെ സെൻസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. എൻ്റെ 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു കൊച്ചിലെ മുതൽ. ദൈവത്തിന് മതമുണ്ടോ? ദൈവമാണെങ്കിൽ എന്നാൽ ഒരു കോട്ട ഇങ്ങനെ, ഇപ്പം നമ്മൾ ഈ ദുബായിലൊക്കെ ഉണ്ട്, ഈ വർഷം നേപ്പാളിൽ നിന്നുള്ളവർക്ക് 15 കോട്ട, ഇന്ത്യക്കാർക്ക് 1000 കോട്ട. അങ്ങനെയാണോ ദൈവം മുകളിൽ നിന്ന് കോട്ട അനുസരിച്ചാണോ ഇറക്കുന്നത്? ദൈവത്തിന് മതമുണ്ട്.
അങ്ങനെ ഒരു ദൈവമാണോ? അങ്ങനെ ദൈവമാകാൻ സാധ്യതയില്ല. ദൈവം ഒരാളല്ലേ സൃഷ്ടാവ്. ദൈവത്തിന് കുടുംബമാവട്ടെ, എല്ലാവരും ഒന്നാകണം. രണ്ടാമത്തെ എൻ്റെ മനസ്സിലെ ചോദ്യം, ദൈവത്തിന് കൈക്കൂലി വേണം എന്ന് പറഞ്ഞാൽ പൈസ വേണം. ഒരു കാര്യസാധ്യതയ്ക്ക് പൈസ കൊടുക്കണോ? ചെറുപ്പം മുതലേ ബ്രദറിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു അത് കാര്യം എന്ന് വെച്ചാൽ 13 വയസ്സിൽ ഞാൻ ആകെപ്പാടെ ചില ദിവസം എനിക്ക് 30 രൂപ കിട്ടും, ചില ദിവസം 20 രൂപ അധ്വാനിക്കുക. ഡോർ ടു ഡോർ സാധനം വിറ്റുണ്ട്. അതിനകത്ത് നിന്ന് 1 രൂപ കൊണ്ടുപോയി പള്ളി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 10 പൈസ ഉള്ളൂ കപ്പയ്ക്ക് വില. 10 കിലോ കപ്പ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോട്ടായിരിക്കും ഒരു പാമ്പ് കയറി വരുന്നത് വീട്ടിൽ. അത് ചേരവല്ലമായിരിക്കും. അത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ വാസ്കൂടെ പോയെന്നേ ഉള്ളൂ. ഉടനെ അമ്മ പറയും, പള്ളി നേർച്ച കൊടുത്തില്ല. അപ്പം ഞാൻ ഓർത്ത് ഇത്രയും വലിയ ഗുണ്ടയാണോ ദൈവം? സാധാരണ ഇവിടുത്തെ ഈ ഗുണ്ടകളൊക്കെ പിരിവിന് വിടുമല്ലോ. ഇപ്പം പാമ്പിനെയാണോ ദൈവം വിടുന്നത്? ഇപ്പം ആസ് എ 13-year-old ഹു ഈസ് സ്ട്രഗിളിങ് ഇൻ ലൈഫ്, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ 13 വയസ്സിൽ സ്ട്രഗിൾ ചെയ്യുക സർവൈവലിന്. കരയാൻ അനുവാദമില്ല. ഞാൻ വീട്ടിനകത്തെങ്ങാനും എൻ്റെ ഒരു തുള്ളി കണ്ണീർ വീഴുന്നാൽ 5 വിധവകളും എൻ്റെ പെങ്ങളും അവിടെയുള്ളവരെല്ലാവരും തീർന്നു, അമ്മയൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കും, കരയണമെങ്കിൽ വെളിയിൽ പോകും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെറുപ്പം മുതലുള്ള ചോദ്യം, ജെന്വിൻ ചോദ്യമാണ്, വൈ ഡസ് ഗോഡ് നീഡ് മണി? ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഓടിക്കണമെങ്കിൽ പൈസ വേണം, അത് പറഞ്ഞു. പക്ഷെ പേടിപ്പിക്കുന്ന എന്തിന്? ഇപ്പം നമ്മൾ പേടിപ്പിക്കത്തില്ല, ദശാംശം തന്നില്ലെങ്കിൽ മുഴുവൻ തീരും. അങ്ങനെയാണ് പ്രവൃത്തിയായി. ഇല്ല, ദൈവം പൈസ എന്ന് പറയുന്നത് അതൊരു സ്റ്റുവർഡ്ഷിപ്പിൻ്റെ അടയാളം എന്നല്ലാതെ ദർ ഇസ് നോ കണ്ടീഷൻ. അതുകൊണ്ടാണ് അവനോൻ ഇച്ഛിക്കുന്നത് കൊടുക്കാൻ ഇച്ഛിക്കുന്നത്. സോ ആമോസ് സിംഗ് അഡ്രസ്ഡ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ്. ദൈവത്തിന് മതമില്ല, ദൈവത്തിന് നിൻ്റെ പൈസ വേണ്ട, ഇതെല്ലാം ഹി വാസ് അഡ്രസ്സിങ്, ആൻഡ് ദാറ്റ് കോട്ട് മൈ അറ്റൻഷൻ. എനിക്ക് ബൈബിളൊന്നും അറിയത്തില്ല, 0. സോ ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഈ പെന്തക്കോസ്തുകാർ സ്നാനം പറയുന്നത് ശരിയാണ്? അപ്പം അതിന് മുമ്പേ എനിക്ക് ഒരു അനുഭവമുണ്ട്. 92 എനിക്ക് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം വന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ശരീരം ചീഞ്ഞെളിഞ്ഞ് വന്നിരിക്കുമ്പോൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ രമേശൻ നായരാണ് ട്രീറ്റ് ചെയ്ത്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പം സ്റ്റീവൻ ജോൺസൺസ് വരുവാന്ന് പറഞ്ഞാൽ ഡെത്താണ്. പക്ഷേ അവിടെ നിന്ന് കർത്താവ് എന്നെ പരിപൂർണ്ണ സൗഖ്യമാക്കി. അത് ഞാൻ കർത്താവെന്ന് ഞാൻ പറയത്തില്ല, കാര്യം എനിക്കറിയത്തില്ല അന്നത്തെ. ഇന്ന് ഞാൻ പറയും കർത്താവാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഐ വാസ് ഷേക്കൺ, ജിറ്റേഡ് എന്ന് പറയാം. കാര്യം എന്ന് വെച്ചാൽ ഞാനും മരിക്കും. മരണത്തെ മുഖാമുഖം കണ്ടു. മരണത്തെ എന്ന് വെച്ചാൽ ചീഞ്ഞളിഞ്ഞ മരണം. ഈ ബ്രദർ ശരിക്കും ഓർത്തോ അന്ന് മരിച്ചു എന്ന് ഓർത്തോ? ചീഞ്ഞളിഞ്ഞ മരണം. ചീഞ്ഞളിഞ്ഞ മരണം എന്ന് പറഞ്ഞാൽ നാക്കിൻ്റെ അടിയിൽ കൂടെ വേറെ നാക്ക്, വാ അടയ്ക്കാൻ മേല, ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് ജംഗ്ഷൻ വയലറ്റ്, ഈ പണ്ടൊരു ഈ ഉപ്പിനകത്തുനിന്ന് സ്പ്രേ ചെയ്യുന്ന, പണ്ട് ഓർക്കുന്നുണ്ടോ? കല്ലുപ്പ് വെള്ളത്തിനകത്ത് കലക്കിയായിരുന്നല്ലോ, ഇന്നല്ലേ പൊടിയുപ്പ് വന്നേ. ഓക്കെ കല്ലുപ്പ്. അതുപോലത്തെ ഒരു സാധനത്തിനകത്ത് ജംഗ്ഷൻ വയലറ്റ് എന്ന് പറഞ്ഞ് മറിഞ്ഞ് ചീറ്റിക്കുക, ഇങ്ങനെ അതിനകത്തോട് ചീറ്റിക്കുക ഇവിടെ എല്ലാം. അപ്പം ഇറ്റ് വാസ് വെരി സിവിയർ. അപ്പോൾ അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓഫീസിൽ വരുമ്പം, ഏട്ടാ ഞാനും മരിക്കൂ, ഇതെനിക്കും സംഭവിക്കുമല്ലോ. അപ്പം തൊട്ട് താഴെ, ഓഫീസിൻ്റെ തൊട്ട് താഴെയാണ് ഫിലഡൽഫിയ എന്ന് പറയുന്ന IPC ചർച്ച്. അപ്പോൾ അവിടെ ഈ ബഹളമൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇറങ്ങി തിണ്ണെ നിൽക്കുമ്പോൾ പറയും, ഉമ്മക്കൊന്നും ഒരു തൊഴിലും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഓർത്തു, ഏതായാലും അവിടെ പോയി അവിടുത്തെ പാസ്റ്ററെ ഒന്ന് കാണാം. അപ്പോൾ അവിടെ ചെന്ന് PM മാത്യു പാസ്റ്റർ, അദ്ദേഹത്തെ കണ്ടു. വളരെ നല്ല ദൈവാസ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചുമ്മാ ഒന്ന് കാണാനായിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോകുമ്പോൾ എനിക്ക് ഈ സന്തോഷമൊക്കെ കിട്ടി. കൈയൊന്നും അടിക്കത്തില്ല, വാച്ച്മാനാണ്, അതായത് ഏറ്റവും പുറകെ. അപ്പം ഈ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഇവിടെ. ഒരു അനുഭവം ഓൾറെഡി ഉണ്ട്. അതിൻ്റെ തൊട്ട് പുറകെ വേറൊരു പാസ്റ്റർ കയറുക, PG ഡാനിയൽ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, സ്നാനപ്പെടണം. നമ്മൾ എന്തിനു സ്നാനപ്പെടണം? യേശുവിനെ അറിയുന്നതല്ലേ ഏറ്റവും വലുത്, പിന്നെ എന്തിനാ സ്നാനം? അദ്ദേഹം കുറച്ച് നാൾ കഴിഞ്ഞപ്പം പറഞ്ഞു, സ്നാനപ്പെടുന്നില്ലെങ്കിൽ സഭ വരണ്ട. കാരണം നിങ്ങൾ ബിസിനസ്സുകാരനാണ്, പൈസ ഉള്ളവരാണ്.
അപ്പോൾ ആൾക്കാരുടെ സംശയം, പൈസക്കാരൻ സ്നാനപ്പെടേണ്ട, ബാക്കി എല്ലാവരും സ്നാനപ്പെടുത്തുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇനി സഭയെ വരണം. അങ്ങനെ ഈ പിന്നെ ദൈവാന്വേഷണമായിട്ടൊക്കെ പോയി. അപ്പം സ്നാനം എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടോപ്പിക്കാണ്. വൈ? എന്നെ ചെറുപ്പത്തിൽ CSI സഭയിലാണ് ഞാൻ സ്നാനപ്പെടും. ഫസ്റ്റ് ബാപ്റ്റിസം, ഫസ്റ്റ് കമ്മ്യൂണിയൻ ഞാൻ എടുത്തത് കാത്തലിക് ചർച്ചിലാണ്. സഭ ചരിത്രം പറഞ്ഞാൽ എല്ലാ സഭയിലും ഉണ്ട്, ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ മാമോദിസ സർട്ടിഫിക്കറ്റ് കോട്ടയം അസെൻഷൻ പള്ളിയിലാണ് ഇരിക്കുന്നത്. അവിടെയാണ് എന്നെ ഫസ്റ്റ് കമ്മ്യൂണിയൻ എടുത്തത് പറ്റ്ന കാത്തലിക് ചർച്ച്. അപ്പം അങ്ങനത്തെ ഈ സ്നാനത്തോട് എനിക്ക് അലർജിയാണ്. അലർജി എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ ഒരു, അപ്പം എൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത ആൾ ആമോസ് സിംഗ്. അത് മുഴുവൻ ഡൗട്ടും ക്ലിയർ ആയോ? ഈ അല്ല, ഡൗട്ടല്ല ക്ലിയർ ആകുന്നത്, ഇറ്റ് വാസ് അഫേമിങ് മൈ തോട്ട്. ഓക്കെ, എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി അല്ല, ഞാൻ വിശ്വസിച്ചത് ശരിയാണല്ലോ. ഓക്കെ, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് പൈസ വേണ്ട. ഇതെല്ലാം കേട്ടപ്പം ഈ മനുഷ്യൻ കുറേ സത്യം പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിനകത്തൊരു വ്യത്യസ്ത സത്യം കേട്ടു, യേശു ജീവിക്കുന്നു. അത് ബാക്കി എങ്ങും ഞാനത് കേട്ടിട്ടില്ല. ബാക്കിയെല്ലാം ഈ നമ്മൾ കുർബാന കാണുക, പള്ളി കാണുക, അതല്ലേ. ഇദ്ദേഹം പറയുന്നത് ജീവനോടെ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക മിറക്കിൾസ്. അപ്പം ഇദ്ദേഹം കുറേ ഒരു എന്നാ പറയണ്ടേ, ലീഗലിസ്റ്റിക് അല്ല, അഫർം ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഡൗട്ട് ക്ലിയർ ആയതല്ല, എൻ്റെ ചെറുപ്പം മുതലുള്ള അസംഷൻസ് കറക്റ്റാണെന്ന് ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, സ്നാനം ശരിയാണോ? അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞാൻ ചോദിച്ചു, സ്നാനം വേണോ വേണ്ടയോ? ഈ പെന്തക്കോസ്തുകാരൊക്കെ സ്നാനം പറയുമോ? അപ്പം അദ്ദേഹം പറഞ്ഞ് ബൈബിൾ എടുക്കുന്നുണ്ട്. യോഹന്നാൻ 3:3, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പം എന്നോട് പറഞ്ഞു, കാണണോ പ്രവേശിക്കണോ? അത്രേ ഇപ്പോൾ. കണ്ടുകൊണ്ടിരിക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ മതി. പ്രവേശിക്കണമെങ്കിൽ സ്നാനപ്പെടണം. Now that was the end of all my questions. എനിക്ക് പ്രവേശിക്കണം. If salvation can give me such great joy, what will be entering into the kingdom? പക്ഷേ അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ബ്രദറിന് മനസ്സിലായി, കൺവിൻസ്ഡായി. പക്ഷെ അപ്പോഴും ചുറ്റുമുള്ള സെനാരിയോ മുഴുവൻ സ്നാനം ചെയ്താൽ മാറ്റി നിർത്തപ്പെടും, സ്നാനം ചെയ്താൽ നമ്മളെ ഒരു സൈഡിലേക്ക് കോർണർ ചെയ്യും, അങ്ങനെയൊക്കെ തോട്ട്സ് ഉണ്ടല്ലോ. നമ്മുടെ ഈ സ്നാനം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറ്റം നടക്കത്തില്ല. ഫസ്റ്റ് വീട്ടിൽ നിന്നായിരിക്കും ഒബ്ജക്ഷൻ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ദ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇസ് സാൽവേഷൻ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അകത്ത് കിട്ടുന്ന അഫർമേഷൻ, കൺഫർമേഷൻ ഓഫ് ദാറ്റ് ഈസ് ദ ജോയ് ഇൻഎക്സ്പ്രസിബിൾ. പലപ്പോഴും ആൾക്കാർ ഇതിനെക്കുറിച്ച് ഈ ഡിബേറ്റ്സ് നടത്താറുണ്ട്, യേശു ആണോ ഇതാണോ. ഇത് ഡിബേറ്റോ ബൈബിൾ വായിച്ചാലോ പ്രസംഗിച്ചാലോ മനസ്സിലാകാത്തതാ. യു ഹാവ് ടു ടേസ്റ്റ്. ഇതൊരു അനുഭവമാണ്. ഈ അനുഭവം കിട്ടിയാലും യു വിൽ ബി ബോൾഡ് ടു ടേക്ക് എനി അതർ ഡിസിഷൻ. യു വിൽ ബി ഇമോഷൻലെസ്. കാരണം ഞാനത് ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് എന്നാ ഞാൻ ഈ അകത്ത് യേശു ഉണ്ടെന്ന് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഒരു ഇംപ്രിൻറ്റ് വീഴുക. ഞാൻ പറയുന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ടേറ്റ്, വികാരം അല്ല ഞാൻ പറഞ്ഞു, ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ടേറ്റ് പറഞ്ഞ ഒരു വ്യക്തിയുടെ അകത്ത് ഇംപ്രിൻറ്റ് വീഴുക. സോ ഇദ്ദേഹം അത് പറഞ്ഞപ്പം എനിക്ക് കൺഫർമേഷനായി സ്നാനം ഉണ്ടെന്ന്. നമ്പർ 2, 13 വയസ്സ് മുതൽ ഈ 24 വയസ്സ് ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് മുകളിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ എതിർപ്പുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരത്തില്ല. കാരണം ഫുൾ കുടുംബം, പെങ്ങളുടെ കല്യാണം മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തും. അതുകൊണ്ട് അങ്ങനെ തള്ളാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു കാര്യത്തിൽ കൺവിൻസ്ഡ് ആയാൽ, ബിലീവ് മീ, ഐ എം വെരി വയലൻ്റ് ഇൻ ഇറ്റ്.
ഓർ എക്സ്ട്രീം റാദർ. വയലൻ്റെക്കാൾ നല്ലത് എക്സ്ട്രീമാണ്. അപ്പോൾ ഈ രക്ഷയുടെ ഉറപ്പ് ബേറിന് ഭയങ്കര ഉറപ്പ്, പിന്നെ ഒന്നും ബേർ ചിന്തിക്കുന്നില്ല. ഇതിനകത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഹീ ഈസ് ഡെഡ്. ഈ ആൾക്കാർ പറയത്തില്ല പൈസ ഇത് അത് നോൺസെൻസാ. യു നത്തിങ് വിൽ അട്രാക്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് അകത്ത് വരുന്നൊരു കൺവിക്ഷനാണ്, അനുഭവമാണ്. ഇതൊരു തിയറിയോ തിയോളജിയോ ക്രിസ്റ്റോളജിയോ ഏഞ്ചലോളജിയോ ഇത് ഓളജികളൊന്നുമല്ല. ഇത് അകത്ത് ഇങ്ങനെ വരുക, വിച്ച് ഇസ്, ഞാൻ പറഞ്ഞില്ല, ഇംപ്രിൻറ്റ് വീഴും, കുത്തുവകത്ത് ക്രൈസ്റ്റ്. അതാ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് ഒന്നുകൂടെ എന്ത് പറഞ്ഞു. ക്രൈസ്റ്റ് നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന പദം. ഇത് ഇമോഷണൽ എടുക്കുന്ന തീരുമാനമല്ല, ഇത് അകത്ത് വന്നാൽ സ്നാനമല്ല. ഞാൻ ചോദിക്കട്ടെ, ആദ്യ നൂറ്റാണ്ടിൽ വാട്ട് വാസ് ദ ബോൾഡ്നെസ്? എന്ത് ധൈര്യം അവർക്ക്! ഇന്ന് ഒന്നില്ലേലും കൂട്ടായ്മ ആചരിക്കാൻ ഒരു വിശ്വാസം എവിടെയെങ്കിലും ഉണ്ടല്ലോ. ഉണ്ട്. ഇത് ഒരൊറ്റ ആൾ പോലും ഇല്ലാത്തപ്പോൾ പത്രോസും യോഹന്നാനും എന്നാ ധൈര്യത്തിലാണ് പോയി പ്രസംഗിച്ച്. അതും രഹസ്യമല്ലല്ലോ, പരസ്യമായി. സോ ആ കൺവിക്ഷൻ അകത്താണ് കിട്ടുന്നത്. യേശു ജീവനോടുണ്ടോ? ലജ്ജയില്ല പിന്നെ ടു ഐഡൻറ്റിഫൈ വിത്ത് ജീസസ്. യു ആർ അബൈഡിങ് ഇൻ ഹിം ആൻഡ് വാക്കിംഗ്. ഇത് ഒരു തിയറി അല്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാകത്തില്ല രഞ്ജു. ഇത് യു cannot understand Jesus by studying or hearing the message. സാന്നിധ്യം, this is not emotional. Just look at the first century. Jesus is not there. യേശു ഇല്ല അവിടെ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ, അത്ഭുതം ചെയ്യാൻ. വാട്ട് അഡോസിറ്റി! പത്രോസും യോഹന്നാനെയും അവർ കാരാഗ്രഹത്തിലിടുന്നു, തല്ലുന്നു, വെളിയിൽ സന്തോഷത്തോടെ ഡാൻസ് ചെയ്ത് ഇറങ്ങി വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താ? ഗ്രാൻറ്റസ് ബോൾഡ്നെസ്, ഇനിയും ബോൾഡ്നെസ് താ. അപ്പം അവർ ഫെയ്ത്തിനല്ല പ്രാർത്ഥിക്കുന്നത്, അവർ യേശുവെ കൂടെ നിൽക്കണേ, ഇതൊക്കെ കാണുന്നില്ലേ, ഒന്ന് സഹായിക്കണേ നല്ല പ്രാർത്ഥിച്ച്. ഗ്രാൻറ്റസ് ഈവൻ മോർ. വാട്ട് അഡോസിറ്റി! അപ്പോൾ ആ ലെവൽ ഓഫ് കൺവിക്ഷൻ എത്തിയാൽ സ്നാനം ഇസ് നത്തിങ്. യു വിൽ ജമ്പ് ഇൻ ടു ദ വാട്ടർ. ഇപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞല്ലോ, ദാ വെള്ള ഇനി എന്നാ താമസം. സ്നാനം എന്ന് പറയുന്നത് ഇത് ഇറ്റ് ഈസ് ടോട്ടലി റോങ്, ഒരു ഇമോഷണൽ ഡിസിഷൻ അല്ല, അകത്തുനിന്ന് ഇങ്ങനെ വരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് മുട്ടമ്പലത്തുനിന്ന് കാൽനടയായി. അപ്പം മുട്ടമ്പലത്ത് ഇപ്പം ഈ ക്വസ്റ്റ്യൻ സോൾവായി. അപ്പോൾ ദൈവരാജ്യം കണ്ടപ്പോൾ ഇത്ര സന്തോഷമാണെങ്കിൽ അകത്തോട്ട് പ്രവേശിക്കുമെന്നായിരിക്കും. അപ്പോൾ ആമോസ് സിംഗ് ഇതിൻ്റെ തിയോളജി ഒന്നും പറഞ്ഞില്ല. കാണണോ പ്രവേശിക്കണോ? ബസ് ഇപ്പം കണ്ടു, നീ പ്രവേശിക്കണം. കണ്ടതിൻ്റെ സന്തോഷം ഇപ്പോഴും ഇങ്ങനെ മത്തനായി നിൽക്കുക. അവൻ പ്രവേശിച്ചാൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു സ്നാനപ്പെടും. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് സ്നാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ എവിടെയാണെന്ന് വെച്ചാൽ വണ്ടിയിലേക്ക് കൊണ്ടുപോയി 3 പേരാ സ്നാനപ്പെടാൻ തീരുമാനിക്കും. ഈ 3 പേരിൽ എനിക്കൊരു എക്സെംഷൻ ഉണ്ട്, എനിക്ക് നടക്കാൻ ശരിക്കും പറ്റാത്തതുകൊണ്ട്. വേറെ സൗഖ്യമായിട്ട് എത്ര നാൾ കഴിഞ്ഞാണ് സ്നാനത്തിൽ വരുന്നത്? അല്ല, ഈ നടക്കുന്ന ഈ കർത്താവിനെ സ്വീകരിക്കുന്നു. ആ സമയത്ത് എൻ്റെ ഈ ഫിസിക്കൽ മോഷൻസ് നടക്കുന്നു. പക്ഷെ 1.5 വർഷം കൂടി എടുത്തു ഈ പ്രോപ്പറായിട്ട് നടക്കാൻ. അപ്പോൾ എനിക്കൊരു എക്സെംഷൻ, ഒരാൾ പിടിച്ച് നടക്കാം, മുട്ട് മടങ്ങത്തില്ല. അപ്പോൾ സൗഖ്യമായിട്ട് അധികം നാളായില്ല? ആയില്ല. 24th ഞാൻ രക്ഷിക്കപ്പെടുന്നു, 18th. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 6 months കാലാവധിയേ വരുന്നുള്ളൂ. അപ്പം ഈ സമയത്ത് ഐ നീഡ് ഹെൽപ്പ്. അപ്പം അങ്ങനെ ഒരൊറ്റ എക്സെംഷനേ ഉള്ളൂ. സോ നടക്കാനായിട്ട് 2 പേര് സഹായിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പം വണ്ടിയെ കയറ്റി കഞ്ഞിക്കുഴി ദേവലോകം, അതവിടെ ആകുമ്പോൾ ദേവലോകം അല്ല, കഞ്ഞിക്കുഴി കവലയ്ക്ക് ഇപ്പുറത്ത് റെയിൽവേ കട്ടിങ്ങിലോട്ട് പോകുന്ന സ്ഥലം, അവിടെ അമ്മാച്ചന്മാരുടെ വീട്. അവിടെ ആയപ്പം കറക്റ്റ് ഇവർ നിലത്തോട്ട് ഇറക്കി. അപ്പോൾ ഇതൊരു പതുക്കെ പോവുക. ഒരു ഈ ഫ്രണ്ടിൽ തമ്പേറുണ്ട്, തമ്പേർ ഇങ്ങനെ ഠും ഠും. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ശ്രദ്ധിക്കും, കാണാത്തവരും ശ്രദ്ധിക്കും. അപ്പം എൻ്റെ പുറകെ കുറച്ച് പേര്, സഭയിലുള്ള ഒരു 10-15 പേര്. അത് കഴിഞ്ഞിട്ട്
സ്നാനപ്പെടുന്നവർ, എൻ്റെ പുറകെ പാസ്റ്റർ പാടുന്ന പാട്ട് സമയമാം അപ്പോൾ ആൾക്കാർ നോർമൽ ഇത് നോക്കും, ഏത് ശവം ഏതെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ. കറക്റ്റ് അവിടെ മുതൽ കഞ്ഞിക്കുഴി കവല ക്രോസ് ചെയ്യുന്നവരെ ഇതിൻ്റെ ഞാൻ ഓർത്തില്ല, ഇതൊരു ചതി എന്നുവെച്ചാൽ അൺഎക്സ്പെക്റ്റഡായത്. വണ്ടിയെ കയറി നേരെ പോയി ആറ്റിലോട്ട് പോകുക എന്നുള്ളതാണല്ലോ മനസ്സിരിക്കുന്നത്. കറക്റ്റ് കവലയായപ്പം വിത്ത് ദ ഹെൽപ്പ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. PJ ഡാനിയൽ പാസ്റ്ററാണല്ലോ സ്നാനപ്പെടുന്നില്ല. എൻ്റെ മനസ്സിൽ അയാൾ ഇത് അറിഞ്ഞുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞു ഇതിൻ്റെ സന്തോഷം. പക്ഷേ എനിക്കത് മനസ്സിലാകാഞ്ഞുകൊണ്ടല്ലേ അങ്ങേരോട് ദേഷ്യപ്പെട്ട് ഞാൻ പിന്മാറിപ്പോന്നു. അപ്പോൾ എനിക്കകത്തൊരു വാശിയല്ല ആഗ്രഹം. അപ്പം അന്ന് അദ്ദേഹം ട്രിവാൻഡ്രത്താണ്. ഞാൻ വിളിച്ചു, PJ ഡാനിയൽ പാസ്റ്ററെ, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. സഹോദരൻ, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് പാസ്റ്റർ തന്നെ വേണം സ്നാനപ്പെടാൻ. അപ്പോൾ അദ്ദേഹത്തിന് അനുവാദം ചോദിക്കണം, ഇവിടുത്തെ ലോക്കൽ ചോദിച്ചിട്ട് അവരൊക്കെ അങ്ങനെ PJ ഡാനിയൽ പാസ്റ്ററിൻ്റെ കൈക്ക് തന്നെ വേണം എനിക്ക് സ്നാനപ്പെടാൻ. കാര്യം അദ്ദേഹത്തെ ഞാൻ നിഷേധിച്ചു. അദ്ദേഹത്തോട് എനിക്ക് ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് സ്നാനപ്പെടുന്നില്ലെങ്കിൽ സഭയിൽ വരണ്ട. പക്ഷെ അദ്ദേഹം പറഞ്ഞത് നന്മയ്ക്കാണ്, അതെനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ചൂടായതും ഇറങ്ങിപ്പോയതും പിന്മാറ്റത്തിൽ പോയതും. ഇപ്പം എൻ്റെ മനസ്സിനകത്ത് ആ ദൈവദാസൻ്റെ കൈക്കീഴിൽ തന്നെ എനിക്ക് സ്നാനപ്പെടാം. അപ്പം PM മാത്യു പാസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പം വേറെ ഒരു പാസ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നു പോകുന്നുണ്ട്. നമ്മുടെ ചാർലി എന്നൊക്കെ പറയുന്ന ഇവിടെ ഒരു ബിസിനസ്സൊക്കെ നടത്തി ഒരു സഭയൊക്കെ തുടങ്ങിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ അവിടുത്തെ പാസ്റ്റർ. ഓക്കെ. അതിൻ്റെ പേര് ഞാൻ മറന്നു പോകും. അപ്പം PJ ഡാനിയൽ പാസ്റ്റർ. അപ്പോൾ ഈ സമയമാം രഥത്തിൽ പാടിക്കൊണ്ട് ഈ കഞ്ഞിക്കുഴി കവല വഴി ഇറങ്ങി എറിഞ്ഞാൽ പാലത്തിലോട്ടാണ് പോകുന്നത്. അവിടെ ഇറങ്ങി പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ അയ്യടാന്നായിപ്പോയി. ഒന്ന് എൻ്റെ അമ്മാച്ചന്മാരുടെ മുഴമ്പി എടുക്കും. പിന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അവിടെ എൻ്റെ ഓഫീസ്. അതുകൊണ്ട് തന്നെ കഞ്ഞിക്കുഴി സ്ഥിരം എൻ്റെ ഒരു വിസിറ്റിംഗ് പ്ലേസ്. കൂട്ടുകാർ, പിന്നെ ബസ് റൂട്ടാണ് ദേവലോകം കഞ്ഞിക്കുഴി. ഇത് പിന്നെ മണ്ണർകാട് എന്ന് വരുന്ന ബസ് റൂട്ട്. ആ ജംഗ്ഷൻ 2 എൻ്റെ പള്ളിക്കാർ വല്ലവരും കാണും. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് മാനുഷികമായ ഇമോഷൻസ്, അകത്ത് കൺവിക്ഷൻ, ഇത് രണ്ടും തമ്മിൽ സംഘർഷം. ഇവാനിയോസ് തിരുമേനി ഓർത്തഡോക്സ് സഭയിലെ എന്നെ മകനായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പം അമ്മയെ എനിക്ക് കൺവിൻസ് ചെയ്യാം. പക്ഷേ ആ ഇവാനിയോസ് തിരുമേനിയുടെ ഹൃദയത്തിൽ വലിയൊരു വിഷമം ഉണ്ടാവും ഞാൻ സ്നാനപ്പെട്ട. ഇങ്ങനെ ഇപ്പം ഇതെല്ലാം രഹസ്യമാകുമെന്നല്ലേ ഞാൻ വിചാരിക്കുന്നത്. എന്നെ ഈ വഴി കൂടെ സമയരഥം പാടിക്കൊണ്ട് പരസ്യമായി തമ്പേരും കൊട്ടിക്കൊണ്ട് പോകുന്നു ഞാൻ ഓർക്കുന്നില്ല. അപ്പം ബസ്സുകാർ പോകുമ്പോൾ ബസ്സുകാർ മുഴുവൻ ഇങ്ങനെ എത്തി വലിഞ്ഞാൽ നോക്കുന്നത്. ഇത് അപ്പുറത്തെ സീറ്റുകാരും കാര്യം ഡ്രമ്മും ഉണ്ട്, സമയരഥം പാട്ടും ഉണ്ട്. ശവം കാണുന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ പ്രാർത്ഥന, കർത്താവ് ഇവരാരും എന്നെ കാണരുതേ, കാണരുത്. കാര്യം മാനുഷികമായി അത് ഈ ജഡവും ആത്മാവും തമ്മിലോടെന്നൊക്കെ പറയുന്ന പോലെ ജഡത്തിൽ ഞാൻ ആകെപ്പാടെ അങ്കലാപ്പിലായിപ്പോയി. ഇങ്ങനെ ഒരു ചതിവ് ആ സമയത്ത്. ഇന്ന് നമുക്കത് കുറച്ചുകൂടെ റിയാലിറ്റി അതുകൊണ്ടല്ലേ പരസ്യയോഗം ചെയ്ത്. പക്ഷെ അന്ന് അതല്ല. ഇത് ആരും അറിയാത്ത ഒരു സംഭവമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച്. ഇതിനകത്ത് ഏറ്റവും വലിയ ഇഷ്യൂസ് ഇതൊക്കെയായിരുന്നു. ഒന്ന് ഏറ്റവും വലിയ എനിക്ക് ഈ പ്രയാസം നിഴൽ പോലെ ഞാൻ ഏറ്റവും മകനെ പോലെ നടന്ന തിരുമേനി അറിഞ്ഞ പ്രയാസം, പിന്നെ ബന്ധക്കാർ, പിന്നെ ഈ ബസ്സിൽ പോകുന്ന ആരൊക്കെയാ നാളെ പെന്തക്കോസ്തി ചേർന്നെന്ന് വന്നാൽ ആകെപ്പാടെ മൊത്തത്തിൽ ഈ ബിസിനസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം. അങ്ങനെ എറിഞ്ഞാലിലെത്തി. ഇറക്കമായപ്പം പിന്നെയും എന്നെ കാറേ കയറ്റി. കറക്റ്റ് ഈ ഇത്രയും ദൂരം, അതായത് ആ കവലക്ക് അപ്പുറം വരെ പിടിച്ച് എന്നെ നടത്തി. അതായത് കോർ സ്ഥലത്തൂടെ നടത്തി മറ്റുള്ളവർ മുഴുവൻ നടന്നു. പിന്നെ എന്നെ വണ്ടി കയറ്റി. എന്നിട്ട് നേരെ എറിഞ്ഞാൽ പാലത്തിൻ്റെ താഴെ പോയി. ബാക്കി 2 പേരെയും അവർ സഭയിലെ പാസ്റ്റർ സ്ഥാനപ്പെടുത്തി. എന്നെ PJ ഡാനിയൽ പാസ്റ്റർ സ്ഥാനപ്പെടുത്തി. വേറെ നോ പറഞ്ഞ അതേ പാസ്റ്റർ വേറെ സ്ഥാനപ്പെടുത്തി. എനിക്ക് എന്നെ ഒരാൾ തിരുത്തി എന്ന് വെച്ചു.
തിരുത്തിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നോർമലാണ് കേട്ടോ, നമ്മുടെ തെറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പിന്നീട് ആൾ പറഞ്ഞ ശരിയാണല്ലോ എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ ആളുടെ അടുക്ക് തിരിച്ചു തന്നിരിക്കും. നിങ്ങളന്ന് പറഞ്ഞ കറക്റ്റാണ്, ഞാനത് തിരുത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ PJ ഡാനിയൽ പാസ്റ്ററിനോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഒരാളുടെ ആത്മാവ് തകർത്തില്ലേ, സ്നാനപ്പെടുന്നില്ലെങ്കിൽ സഭയെ വരണ്ട. അതുകൊണ്ടാണ് രഞ്ജു ശ്രദ്ധിച്ചാണ് നമ്മുടെ ഇവിടെ നിങ്ങൾ സ്നാനപ്പെട്ടില്ലേലും സഭയിൽ പറയണം, യേശു നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് ഞാൻ പറയാൻ. എൻ്റെ ജീവിത അനുഭവം സ്നാനപ്പെട്ടില്ല ഇനി വരണ്ട. യേശുവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞില്ലേ, അകത്തൊരു കൺവിക്ഷൻ കിട്ടുക എന്നുള്ളത് അത് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ പറ്റത്തില്ല. അത് കിട്ടിയാൽ ദ പേഴ്സൺ വിൽ ഡു എനിത്തിങ് ഫോർ ജീസസ്. ആമേൻ. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ബ്രദറെ, അതേ പാസ്റ്റർ സ്നാനപ്പെടുത്തുന്നത്. ആ പാസ്റ്റർ ബ്രദറിനെ സ്നാനപ്പെടുത്തുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷൻ ബ്രേക്ക് ആവുക. ട്രഡീഷൻ ബ്രേക്ക് ആകുക. കാര്യം അദ്ദേഹം ഓർത്തില്ല, ഒരു വലിയ ഉണർവിന് മൂവ്, ഒരു അപ്പോസ്റ്റോളിക് കോളിംഗ് ഉള്ള, അല്ലെങ്കിൽ ഐ ഡോണ്ട് കോൾ മൈ സെൽഫ് അപ്പോസ്റ്റൽ, ബട്ട് ഒരു വലിയൊരു മൂവിൻ്റെ ഒരു മുമ്പിൽ നിൽക്കാൻ പോകുന്ന ഒരാളിനെയാണ് സ്നാനപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. പക്ഷേ ഹി വാസ് സോ ഹാപ്പി, കരഞ്ഞ പോലെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറയാൻ വാക്കുകളില്ല. കാര്യം തിരുവനന്തപുരത്ത് നിന്ന് അതിനു വേണ്ടി തന്നെ ഞാൻ കൊണ്ടുവരുന്നതാണ്. ആ സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്തെ പാസ്റ്ററാണ്. പിന്നീട് ഞങ്ങൾ പല പ്രാവശ്യം കണ്ടു. പിന്നീട് അങ്ങേര് കുവൈറ്റിലുണ്ടായിരുന്നു, കുവൈറ്റിലും ഞാൻ പോയി കണ്ടു. ആ സമയത്തൊക്കെ നമ്മുടെ ഹെവൻലി ഫീസ്റ്റ് മൂവ് വളരെ പവർഫുള്ളായി നീങ്ങുമായിരുന്നു. അപ്പോൾ വേറെ സ്നാനപ്പെട്ട് എഴുന്നേൽക്കുമ്പം ശരിക്കും പറയുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താണെന്ന് എന്തെങ്കിലും പ്ലാൻ വേറെ മനസ്സിലുണ്ടോ? ഒന്നുമില്ല. പക്ഷെ സ്നാനപ്പെട്ട് ഈ ഇറങ്ങി വന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ അയ്യേ, ഈ ലോകത്തിലാണോ ഞാൻ ജീവിക്കുന്നതെന്ന് ആ മനസ്സിൽ വരുന്നത്. ഒരു ട്രാൻസ്ഫിഗേർഡ് അനുഭവം. am I living in this dirty world എന്നുള്ള തോന്നൽ. വേൾഡ് ഈസ് ബ്യൂട്ടിഫുൾ, ദ സിസ്റ്റം, എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ. മനസ്സിനകത്ത് യു ഫീൽ the newness of life, baptized into the newness of life, Romans 6:4 പറയുന്നുണ്ട്. ആ ന്യൂനെസ്, I am living in a inferior system, I have been transfigured to a higher system എന്നുള്ള ആ മനസ്സ് വന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അമ്മ നേരെ ബെഡ്റൂമിൽ പോയി കടന്നു കിടന്നു, അനി ഇപ്പുറത്ത് പോയി കിടന്നു. അവരിലൊക്കെ അറിഞ്ഞു. സ്നാനപ്പെടാൻ പോയപ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ടല്ലേ പോയേ. വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു, പ്രത്യേകിച്ചും അമ്മയ്ക്ക്. വേറെ അതിനെ എങ്ങനെ നേരിടാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു കാര്യത്തിൽ കൺവിൻസ്ഡ് ആയാൽ ഏത് എക്സ്ട്രീം വരെയും അതിനു വേണ്ടി പോകും. പക്ഷെ എന്നാലും നമുക്കൊരു ഇപ്പോൾ അമ്മച്ചിയും അനിയാൻ്റെയൊക്കെ അതിനകത്തൊരു പ്രയാസം വരുമ്പം ഒരു വിഷമം വരത്തില്ല. അത് ജഡത്തിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പം ഈ കൺസിഡറേഷൻസ് വരും. പക്ഷേ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇംപ്രിൻറ്റ് വീണാൽ ഇമോഷൻ, യു ഡോണ്ട് കെയർ, നോ, യു വാണ്ട് ടു ഫോളോ ദ വൺ ഹു ഹാസ് ലവ്ഡ് യു. ഞാനതാ പറഞ്ഞ, വൊക്കാബുലറിക്കകത്ത് വാക്കില്ല ഈ ഒരു അനുഭവത്തിന്. അതാ ഞാൻ പറഞ്ഞ, അത് യേശു എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ്. യേശു എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയല്ല, ഒരു പ്രസംഗമല്ല, ഈ ലൈറ്റും പുകയൊന്നുമല്ല. അത് അകത്ത് കിട്ടുന്ന അനുഭവം. ആ അനുഭവം കിട്ടിയാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ഇമോഷൻസ് ഓഫായിപ്പോവും. യു ഡോണ്ട് ബോദർ. സോ നാച്ചുറലി എൻ്റെ മുഖം കറുപ്പിക്കുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തു, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒരു വശം. പക്ഷെ അകത്തൊരു പുലുക്കം അറിയാം. ഫോർ മീ ഇറ്റ് ഈസ് ക്രൈസ്റ്റ് നോ. തിരിച്ചു വന്നപ്പോൾ അതിനേക്കാളും വിഷയം ഞാൻ നോക്കിയപ്പോൾ അമ്മാച്ചന്മാരും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഗോ നെയിംസ് ഓഫ് ഓൾ മൈ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്. വലിയൊരു കമ്മിറ്റി കൂടിയ പോലെ, പഞ്ചായത്ത് കൂടുന്ന പോലെയായിരുന്നു. അന്ന് വേറെ കോർണർ ചെയ്ത് വേറെ സൈഡിലിരിക്കുക. ശരിക്കും വേറെ ഓർത്തോ അത് വലിയൊരു മൂവായി മാറും. എവിടെ എന്നാ മൂവ് എന്നൊക്കെ ഇറ്റ് ഈസ് കാര്യം. ഒന്നാമത് മൂവ് ഉണ്ടാകും എന്ന്
ഇന്നൊരാൾക്ക് സ്വപ്നം കാണാം, എൻ്റെ കാലഘട്ടത്തിൽ ഒരു മൂവും ഇല്ല. കാര്യം സെമിട്രി ഓഫ് ചർച്ച് അങ്ങനെയൊക്കെ കോട്ടയത്തെക്കുറിച്ച് കോട്ടയത്തെ ഗ്രേവ് യാർഡ് ഓഫ് ഗ്രേവ് യാർഡ് ഓഫ് ചർച്ചസ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഒരു മൂവ് വല്ലപ്പോഴും ദിനകരൻ അങ്ങൾ വരുമ്പോഴോ വല്ല ഒരു കൺവെൻഷൻ ഒരു ഇങ്ങനെയും സാധ്യത ഉണ്ടെന്ന് കണ്ടാലല്ലേ നമ്മുടെ മനസ്സിലാവും ഇനി ഞാനൊരു ഉണർവുണ്ടാക്കാൻ പോവാന്ന്. ഓ, കാണാൻ പോലും ഒന്നുമില്ല. ഇല്ല, ഓ ഇതിനെക്കുറിച്ച് കേൾക്കാനോ കാണാനോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് 95 എവിടെയാ ഒരു മൂവ് നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടേ റെഫറൻസ് ഈ റെഫറൻസ് പോലെ ഇന്ന് പറയാം, ഇന്നത്തെ ഒരു യുവാവ് ശുശ്രൂഷിക്കുമ്പം ഹെവൻലി ഫീസ് പോലെ മൂവ് ആകാമെന്ന് കാണാനുണ്ട്. യെസ്, ഓഫ് കോഴ്സ്, യെസ്. ഞാൻ എഴുന്നേക്കുമ്പോൾ ആരാ അവിടെ? ഒരൊറ്റ ആൾ പറ, ഒറ്റ മൂവ് പറ, ഇല്ല. അത് തന്നെ എൻ്റെ ചോദ്യം. പിന്നെ ബ്രദറിനെ ഡ്രൈവ് ചെയ്തത് ഈ അകത്തെ കൺവിക്ഷൻ, ഈ അകത്ത് രഞ്ജു, ഈ യേശു എന്ന് പറയുന്ന, യേശുവിനെ ക്രിസ്തുവായി വിശ്വസിക്കുക എന്ന് പറയുന്ന ഇംപ്രിൻറ്റ് വീഴുന്നത് ഓൺലി ഗോഡ് ക്യാൻ ഡു ദ ഇംപ്രിൻറ്റ്. വേർ ഫ്രം ഡേ വൺ ബൈബിൾ ബിക്കംസ് യുവർ ഫുഡ്, പ്രസൻസ് ബിക്കംസ്. ഇതൊന്നും ഇറ്റ് ഈസ് നോട്ട് ഫോർ ഇത് കൂട്ടായ്മ നടത്താനൊന്നും. ഇറ്റ് ഈസ് യുവർ പേഴ്സണൽ ലൈഫ് നൗ. യുവർ സർവൈവൽ ഇസ് ഹിസ് പ്രസൻസ്. വേർഡ് ഓഫ് ഗോഡ്. റെഫറൻസിന് വേണ്ടിയോ എനിക്ക് ആത്മീയ പെൻറ്റക്കോസ്റ്റൽ ഫ്രണ്ട്സ് ഇല്ല. ആമോസിങ് മാത്രമേ ഉള്ളൂ എൻ്റെ പാസ്റ്റർ അറിയാവുന്നേ. തോമസ് ബ്രദറൊക്കെ 3 വർഷം കഴിഞ്ഞാൽ വരുന്നത്. ദർ ഇസ് നോ വൺ. പക്ഷേ ഇറ്റ് ഈസ് മൈ പേഴ്സണൽ, ഈ ഞാൻ പറഞ്ഞില്ല, അകത്തൊരു സ്റ്റാമ്പ് വീഴുക എന്ന് പറയത്തില്ലേ, അത് ഒരിക്കലും ഒരു വൊക്കാബുലറി. പത്രോസ് മാത്രം ഒരു വാക്ക് പറഞ്ഞു, ഇൻഎക്സ്പ്രസിബിൾ ജോയ്. അത് ഇൻഎക്സ്പ്രസിബിൾ ജോയ് അല്ല, ഇത് ഒരു ഞാൻ അതാ പറഞ്ഞ, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസും യോഹന്നാനും ഏത് ധൈര്യത്തിൽ, അതല്ലേ അപ്പോസ്തലപ്രവൃത്തി 4:13. പത്രോസിന് യോഹന്നാൻ ധൈര്യം കാണിക്കുക. അപ്പം എനിക്ക് ഇത് സ്റ്റിഫ്നെസ് മാറിയിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷേ രാവിലെ എഴുന്നേറ്റ് കസേരയിലിരുന്ന് ബൈബിൾ വായിച്ച് അങ്ങ് എന്നാ പറയുന്നത്, ഐ ആം എൻജോയിങ്, ഓർ എൻജോയിങ്ങിനേക്കാളും നല്ല ലോസ്റ്റ് ഇൻ ഹിം. അങ്ങനത്തെ ഒരു അനുഭവം വെൻ ഇറ്റ് സ്റ്റാർട്ടഡ്. ഈ ഡേ വൺ സ്നാനപ്പെടുത്തുന്ന വീട്ടിൽ വന്നു, ഇതെല്ലാം നടക്കും, മെസ്സ് നടക്കുക വീട്ടിൽ. വേറൊരു വാക്ക് പറഞ്ഞു പോകുന്ന വഴിക്ക്, ഇതാണോ ലോകം, ന്യൂനെസ് ഓഫ് ലൈഫ് എന്ന് പറയാം, ഇതാണോ ഈ ലോകത്തിലാണ് ഞാൻ ജീവിച്ചു തോന്നി. വേറെ യു ഫൗണ്ട് സംതിങ് അല്ലേ? അതെ, അന്ന് തൊട്ട് വേറെ ഈ ഒരു ഈ ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറയുന്നത് അന്ന് തുടങ്ങിയത് 30 വർഷം മുന്നേ. 30 വർഷം. മൈ ഗോഡ്. ഇന്ന് അതിനെ ടേം ചെയ്ത് ടൈം അലോൺ വിത്ത് ഗോഡ്. ഇന്നും വേറെ ചെയ്തു, ഇന്നും ചെയ്തിട്ട് ഇവിടെ വരുന്നത്. മൈ ഗോഡ്. 30 വർഷം മുമ്പേ കർത്താവേ, 30 വർഷം മുമ്പേ ടൈം അലോൺ വാസ് മൈ ഓക്സിജൻ. ടൈം അലോൺ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണല്ലോ വന്നേ. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുമോ എന്തിനാ കഴിക്കുന്നത്? ഇവിടെ രാവിലെ ഇടാനും നീ കഴിച്ചേ, ഇപ്പോൾ എന്തിനാ കഴിച്ചേ? പക്ഷെ ബൈബിൾ വായിക്കാൻ എന്നാ രാവിലെ പ്രാർത്ഥിച്ചല്ലേ, ഇനി സന്ധ്യാപ്രാർത്ഥന, ഇടയ്ക്ക് എന്നാ ഉച്ചയ്ക്ക് ലഞ്ചില്ലാത്ത? ദിസ് ഈസ് യുവർ മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ. ഇതിൻ്റെ ഒക്കെ അർത്ഥം പിന്നീട് മനസ്സിലായി. ബൈബിളിനെ ഐ ഡോണ്ട് നോ ദ ബൈബിൾ, പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ. അപ്പം അന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു പ്രാർത്ഥിച്ചേക്കാൻ അങ്ങനെയൊന്നുമല്ല. യു ആർ ലോസ്റ്റ് കർത്താവേ, ഐ എം ലോസ്റ്റ് ഇൻ യു, ഐ ലവ് യു സോ മച്ച്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഡീപ്പ് വിതിൻ. ഈ ലാംഗ്വേജ് ഒന്നും എൻ്റേതല്ല, മനസ്സിലാകുന്നത്. ഐ ആം ഇൻറ്ററാക്റ്റിംഗ് വിത്ത് എ പേഴ്സൺ എന്നുള്ള ബോധ്യം. ആ ബോധ്യം എന്ന് പറഞ്ഞാൽ റിയലാണ്. ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് ദാറ്റ് റിയാലിറ്റി? ഇറ്റ് ഈസ് റിയൽ. ആൻഡ് ബൈബിൾ വായിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഐ ആം റീഡിങ് യേശു ശമരിയ
പട്ടണത്തിൽ മറ്റേ വരുമ്പോൾ ശമരിയ സ്ത്രീയെ കാണുന്നു. ഞാൻ ചോദിച്ചു, കർത്താവേ അത് ഞാൻ ഒരാളോട് സംസാരിക്കുക, എന്നോട് തന്നെ പറയുന്നു, കർത്താവ് എന്നാ എൻകൗണ്ടർ ആയിരുന്നു, ഇത് ഞാനാകുന്നു. ശമര്യക്കാരി പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ അന്ന് വരുമെന്ന് പറയുന്നു. അപ്പോൾ യേശു പറയുന്നു ഐ ആം. ഈ ഐ ആം എന്ന് പറയും ഏതാണ്ട് ഡപ്പത് ലൈറ്റ് ഓഫ് ആകുന്ന പോലെ ഞാൻ പോയി. അത് കഴിഞ്ഞ് കേൾക്കുന്നത് മുട്ട. 6 മണിക്കൂർ കഴിഞ്ഞു. അമ്മ ചാവടിയിൽ വേറെ ഒന്ന് റീവൈൻഡ് ചെയ്തോട്ടെ. ബ്രദറിൻ്റെ മുറി ചാവടിയിലാണോ? ചാവടിയിൽ ബ്രദറിൻ്റെ ഔട്ട് ഹൗസ്, കുഞ്ഞൊരു വീട്ടിനകത്ത് കയറി അലോഹിയ. അതുകൊണ്ട് ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്ക് കസേരയിലിരുന്ന് വേറെ ബൈബിൾ വായിക്കുക. ബൈബിൾ വായിക്കുകയാണ്. ശമരിയക്കാരി സ്ത്രീ ആയിട്ടുള്ള വചനം ഇങ്ങോട്ടും അങ്ങോട്ടും വായിച്ചുകൊണ്ടിരിക്കുക. അത് ഞാനാകുന്നു എന്ന് യേശു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ലൈറ്റ് പോകുമ്പം പോകുന്ന പോലെ പോയി. ഡോർ അടച്ചിരിക്കല്ലേ. കുറേ നേരം കഴിഞ്ഞപ്പം മുട്ടായി. ഇപ്പം ഈ പണ്ടത്തെ ഡോറിനകത്ത് ഇങ്ങനെ ഒരു അവത്തെ മുട്ടായി, പിന്നെ ഇടിയായി. അപ്പോൾ ഞാൻ ഞെട്ടുമ്പം ഇത്ര നേരമായി, ഇത്ര ഭക്ഷണം രാവിലെ കയറിയതാണ്, 2:30-3 മണിയായി. അപ്പോൾ അവർക്ക് പേടി എനിക്ക് വല്ലതും പറ്റുമെന്ന്. സോ ഐ വാസ് ടേക്കൺ ടു ദാറ്റ് പ്ലേസ് ആൻഡ് ഐ സോ ജീസസ് ടോക്കിംഗ് വിത്ത് ദ സെമറിയ വുമൺ. ഐ ആം എന്നുള്ള അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. യു ക്യാൻ ഡൈവ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ബൈബിൾ വായിക്കുമ്പം യു ക്യാൻ ഡൈവ് into the river of life. It is not just reading the Bible. It is seeing, touching and diving into it. It was വേറെ എന്താ സംഭവിക്കുന്നത് മനസ്സിലായിരുന്നു അപ്പോൾ? ഇല്ല, എനിക്ക് മനസ്സിലായത് എൻ്റെ ചോദ്യത്തിന് യേശു മറുപടി ഒരു സ്ക്രീനിൽ കാണിച്ചു, അത്രയേ ഉള്ളൂ. അതിനേക്കാളും അപ്പുറം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് ഐ എം ജസ്റ്റ് റീഡിങ് ദ ബൈബിൾ ഫോർ ദ സേക്ക് ഓഫ് എന്നാ പറയുന്നത്, ടു നോ മോർ ഓഫ് ദിസ് എക്സ്പീരിയൻസ്. ഐ എം ടോക്കിംഗ് ടു എ പേഴ്സൺ ആൻഡ് ദ പ്രസൻസ്. ഇത് ഇന്നാണ് പ്രസൻസും സാന്നിധ്യവും അഭിഷേകവും. ഐ ക്യാൻ ഡിഫൈൻ ഇറ്റ് ബൈ വേർഡ്. അതൊന്നും അറിയത്തില്ല, അന്ന് വേറെ ഒന്നും ഇല്ലെന്ന്. പക്ഷെ ഇങ്ങനെ കുറേ നേരം വായിക്കുമ്പോൾ മടുക്കത്തില്ലേ? ഇല്ല, വായി അതാ പറഞ്ഞു, യു ആർ ഡൈവിങ് ഇൻ ടു ദ റിവർ ഓഫ് ലൈഫ്. ചെറിയ പിള്ളേരെ കാണത്തില്ലേ, വെള്ളത്തിലിറക്കി കഴിഞ്ഞാൽ തിരിച്ചു കയറത്തില്ല. നമ്മൾ വടിയെടുത്താലും പറ്റത്തില്ല, ഒരു 5 മിനിറ്റ് എന്ന് പറയുന്ന ആ സന്തോഷമാ വചനത്തിനകത്തോട്ട് വരണം. ഡൈവിങ് ഇൻ ടു ദ റിവർ ഓഫ് ലൈഫ്, ഡീപ്പസ്റ്റ് ഓഫ് ദ ഡീപ്പസ്റ്റ് പിറ്റ് ഞാൻ കണ്ടതാണ്. No one needs it. No one needs it. അവിടുന്നാണ് യേശു എന്നെ പൊക്കിയെടുത്തത്. ബ്രാഞ്ചസ് അടഞ്ഞുകൊണ്ടിരിക്കുന്നു, വീട്ടിൻ്റെ വാതൊക്കെ പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ വരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടോ? ടെൻഷനല്ല, ഭയങ്കര രാത്രികളിൽ കിടന്ന് ഈ പ്രെയർ ടൈം കഴിഞ്ഞ് കിടക്കുമ്പോൾ പാനിക് അറ്റാക്ക്. സാമ്പത്തിക തകർച്ചയെന്ന് പറയുന്നതോ, രോഗം, അല്ലെങ്കിൽ ഒരാൾ കിടക്കയിൽ കിടക്കുമ്പോൾ 10 പേർ കാണാനെങ്കിലും വരും. പക്ഷെ സാമ്പത്തികമായ ഒരുത്തൻ തകർന്നാൽ അവൻ വെറും വേസ്റ്റാണ്. ഒരാൾക്കും സഹതാപം കാണത്തില്ല, കുടുംബക്കാർക്ക് പോലും സഹതാപം കാണത്തില്ല, ഏറ്റവും അടുത്തിരിക്കുന്നവർ പോലും തള്ളി പറയും. ഇന്ന് 1,00,000 പേർ ഉള്ള ക്രൂസൈഡാണേലും 15 പേരുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആണേലും ഒരാളോടിരുന്ന് സംസാരിക്കാനാണേലും ഞാൻ തയ്യാറാകുന്നത് എൻ്റെ അനുഭവം.